ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 14 വിശുദ്ധ മെത്തോഡിയൂസിന്റെ തിരുനാൾ. സിസിലിയിൽ സിറാക്യൂവിലാണ് മെത്തോഡിയൂസ് ജനിച്ചത്. ഒരു നല്ല ഉദ്യോഗം ലക്ഷ്യമാക്കി വിദ്യാസമ്പന്നനായിരുന്ന മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ആ സന്യാസിയുടെ പ്രേരണയാൽ ലൗകിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് ജെനലാക്കോസ് ആശ്രമത്തിൽ ചേർന്നു. അക്കാലത്താണ് തിരുസ്വരൂപങ്ങളുടെ പേരിലുള്ള മതപീഡനം ലയോ 5 815 ആരംഭിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്ക് വിശുദ്ധ നിസേഫോറസിനെ നാട് കടത്തിയ വിവരം മറ്റ് സംഗതികളും മാർപ്പാപ്പയെ അറിയിക്കാൻ റോമിലേക്ക് പോയത് മെത്തോഡിയൂസാണ്. ലയോ 5 മരണശേഷം 821 പുതിയ ചക്രവർത്തി മൈക്കിളിന് മാർപ്പാപ്പയുടെ ഒരു കത്തുമായി മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മടങ്ങി. എഴുത്തു വായിച്ച ശേഷം മെത്തോഡിയൂസിനെ വിപ്ലവകാരിയായി മുദ്രകുത്തുകയും അദ്ദേഹത്തെ പ്രഹരിച്ച ശേഷം ജയിലിൽ അടയ്ക്കാനും ആജ്ഞാപിച്ചു. 7 വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതനായ മെത്തോഡിയൂസിനെ പുതിയ ചക്രവർത്തി തെയോഫിലസ് വിളിച്ച് ശാസിച്ചു. യേശുക്രിസ്തുവിന്റെ സ്വരൂപം വണങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ ചക്രവർത്തിയോട് ചക്രവർത്തി സ്വന്തം ചിത്രങ്ങൾ വണക്കത്തിനായി സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് മെത്തോഡിയൂസ് ചോദിച്ചു. 824 തെയോഫിലസ് ചക്രവർത്തിയുടെ മരണത്തിനു ശേഷം രാജ്ഞി തെയോഡോറ മെത്തോഡിയൂസിന് അനുകൂലിയായിരുന്നു. തിരുസ്വരൂപ വിദ്വേഷിയായ ജോൺ പാത്രിയാർക്കീസിനെ മാറ്റി മെത്തോഡിയൂസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായി നിയമിച്ചു. 4 കൊല്ലത്തെ ഭരണത്തിനു ശേഷം ശരീരത്തിൽ നീരുവന്ന് അദ്ദേഹം മരിച്ചു. വിശുദ്ധ മരീന, വിശുദ്ധ അഗാത്ത, വിശുദ്ധ കോസ്മോസ്, വിശുദ്ധ ഡാമിയൻ എന്നീ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വിശുദ്ധ മെത്തോഡിയൂസാണ് എഴുതിയത്. വിശുദ്ധ മെത്തോഡിയൂസെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.